Next topic, behavior of a dipole. Behavior of a dipole in a uniform electric field. അല്ലെങ്കിൽ ടോർക്ക് experienced by a dipole in a uniform electric field. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലാ പോയിന്റിലും ഒരുപോലെ ആയിരിക്കും. അപ്പോഴാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം എന്നാണ് അർത്ഥം. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈക്വ ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു ലൈന് മാത്രം കൺസിഡർ ചെയ്യാം. നമ്മളുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളുടെ ഡൈപോൾ വെച്ചിരിക്കുകയാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ചാർജ് ആൻഡ് പ്ലസ് ക്യൂ ചാർജ് separated by a distance a. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഈ പ്ലസ് ക്യൂ ചാർജ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. സിമിലർലി ദ മൈനസ് ക്യൂ ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. പ്ലസ് ക്യൂ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈക്വൽ ടു ക്യു ഇ. ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫോഴ്സ്. ക്യു ഇ എന്ന് പറഞ്ഞ ഫോഴ്സ് അപ്വേർഡ് അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ. സിമിലർലി നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ ചാർജ് ഓൾസോ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ക്യു ഇ. സെയിം മാഗ്നിറ്റ്യൂഡ് ക്യു ഇ. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പം ഇങ്ങനെ വരും ക്യു ഇ. അപ്പോൾ ഈ ഡൈപോളിൻ്റെ മുകളിലുള്ള ഫോഴ്സുകൾ നോക്കുക. സെയിം ഫോഴ്സാണ്, ഈക്വൽ ഫോഴ്സുകളാണ്. ഒന്ന് ക്യു ഇ, ഇതും ക്യു ഇ. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതേപോലെ തന്നെ പാരലൽ ഫോഴ്സുകളാണ്. പാരലൽ ഫോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ lines of action do not coincide. The two forces are not acting along the same line. So they are parallel forces. So this dipole is under the action of two equal opposite and parallel forces. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് it experiences a torque. It experiences a torque. That is torque എന്ന് പറഞ്ഞാൽ rotation, rotating effect. So here the dipole is under the action of two equal opposite and parallel forces, and therefore it constitutes a couple and a torque is experienced on it.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ടോ ഈസ് ഈക്വൽ ടു one of the forces into perpendicular distance between the forces. Magnitude of one of the forces into the perpendicular distance between the two forces. ടോർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ. ഇവിടെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണൊരു ഫോഴ്സ്, ഇതാണൊരു ഫോഴ്സ്. അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ബി സി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവിടെ നമ്മൾ ഈ ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിളും തീറ്റ. ഈ ബി സി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോർക്ക് കാണാൻ ടോ ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വൺ ഓഫ് ദ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ക്യു ഇ. ഇനി പറഞ്ഞിട്ടുള്ളത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി സി. അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ സൈൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ എ, ഓർ ബി സി ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും. ബി സി ഈക്വൽ ടു എ സൈൻ തീറ്റ. therefore ക്യു ഇ ഇൻറ്റു എ സൈൻ തീറ്റ എന്ന് വരും. ക്യു ഇ ഇൻറ്റു എ സൈൻ തീറ്റ. ഇനി ഇവിടെ ക്യു എ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് പി, ദ ഡൈപോൾ മൊമെന്റ്. therefore this equation becomes PE sin theta. അപ്പോൾ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ഈസ് ഈക്വൽ ടു PE sin theta. ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോ ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, A ക്രോസ് B ഈക്വൽ ടു AB sin theta. therefore PE sin theta എങ്ങനെ എഴുതാം? P ക്രോസ് E എന്നെഴുതാം. ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E. ഇതാണ് എക്സ്പ്രഷൻ. സോ when a dipole is placed in a uniform electric field, it rotates, and the expression for torque is tau equal to P cross E എന്ന് വരും. ഇനി ഇവിടെ what is the net translatory force or the net force acting on the dipole? ഇവിടെ രണ്ട് ഈക്വൽ ഫോഴ്സുകളാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്യു ഇ ഇങ്ങോട്ടേക്ക് താഴേക്കും ക്യു ഇ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. സോ ഇറ്റ് ഹാസ് നോ ട്രാൻസ്ലേഷണൽ മോഷൻ. എന്തേ ഉള്ളൂ? റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ ഇപ്പോൾ റൊട്ടേഷൻ, നോ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോഷനാണ്. റൊട്ടേഷനാണ് അവിടെ ഉള്ളത്. റൊട്ടേഷൻ മാത്രം, റൊട്ടേഷൻ. ഇനി ഈ ഡൈപോള് നോൺ യൂണിഫോം ഫീൽഡിലാണ് വെച്ചിരിക്കണമെന്ന് വിചാരിക്കുക. നോൺ യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് സെയിം അറ്റ് ഓൾ പോയിൻറ്റ്സ്, അല്ലേ? ഡിഫറെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ക്യു ഇ, ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈ ഫോഴ്സിൻ്റെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആവില്ല ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെയുള്ള ക്യു ഇ ആയിരിക്കില്ല ഇവിടെയുള്ള ക്യു ഇ. അതായത് അതിൻ്റെ മുകളിലൊരു നെറ്റ് ഫോഴ്സ് ഉണ്ടാവും.
നെറ്റ് ഫോഴ്സും ഉണ്ടാവും, അതേപോലെ രണ്ട് ഫോഴ്സും ഇതേ പറഞ്ഞ പോലെയാണ്, പാരലൽ ഫോഴ്സുകളാണ്. അതുകൊണ്ട് നോൺ യൂണിഫോം ഫീൽഡിലാണ് ഡൈപോൾ വെച്ചിട്ടുള്ളത് എങ്കിൽ അതിന് ട്രാൻസ്ലേറ്ററി മോഷനും ഉണ്ടായിരിക്കും, റൊട്ടേറ്ററി മോഷനും ഉണ്ടായിരിക്കും. So when a dipole is placed in a uniform field, it experiences only rotational motion. And when it is placed in a non-uniform field, it experiences both translatory and rotational motions. ഇനി ഇതിലെ കേസുകൾ പറയാം. പി ക്രോസ് ഇ എന്നാണ് നമുക്ക് കിട്ടിയത്. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഡിഫറെൻറ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഡൈപോൾ മൊമെൻ്റ് വരുമ്പോഴാണ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതായത് ഇവിടെ -q ചാർജ്, ഇവിടെ +q ചാർജ്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കുള്ളതാണ് ഡയറക്ഷൻ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും ഒരേ ഡയറക്ഷൻ. അതാണ് തീറ്റ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു എന്ത് വരും? PE sin 0, that is 0. തീറ്റ 0 ആയതുകൊണ്ട് ടോ ഈക്വൽ ടു 0. ഇനി തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറയുമ്പം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡൈപോൾ പ്ലേസ് ചെയ്യുന്നത്. -q +q. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിലോ sin 90 എന്ന് പറഞ്ഞാൽ 1. therefore ടോ ഈക്വൽ ടു PE, മാക്സിമം ടോർക്ക് when തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡൈപോൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ +q ചാർജും ഇവിടെ -q ചാർജും. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെൻറ്റ്. അവ രണ്ടും തമ്മിലുള്ള ആംഗിൾ 180 ആയിരിക്കും. sin 180 എന്ന് പറഞ്ഞാൽ 0. therefore ടോ ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്, ഈ ടോപ്പിക്കിനകത്ത് വരുന്നത്.